ഹായ്, നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിൽ എന്നെ സഹായിച്ച വളരെ വളരെ കോറായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മുടെ ടോട്ടൽ ബിസിനസ്സും ലൈഫും ഒക്കെ പ്രയോറിറ്റീസ് ചെയ്ത് ഏതിനാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡീപ്പസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു മെൻറ്റർഷിപ്പിലേക്ക് വന്നു, എനിക്കൊരു നല്ല മെൻറ്ററെ കിട്ടി, ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് എൻ്റെ ബിസിനസ്സിലെ ലൈഫിലൊക്കെയും മിഷൻ എന്നുള്ള കാര്യത്തിനാണ്. ആ മിഷനിൽ എനിക്ക് വ്യക്തത വന്നതിന് ശേഷം ഞാൻ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുത്ത് സെറ്റ് ചെയ്തു. അതിനെ ഡീപ്പായിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെയും താഴോട്ട് ചെയ്യുന്നത്. അപ്പോൾ മിഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിറ്റിക്കാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, അതായത് ഞാൻ ആ ഒരു മിഷൻ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സായിട്ടുള്ള എല്ലാവരെയും ഒരു ഡിജിറ്റൽ ലീഡേഴ്സാക്കി ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ഇൻകം വരുന്ന സാധ്യതകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വരുമാനം വരുന്ന സാധ്യതകളെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ മരണം വരെയും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ഇൻകം വരുന്ന സാധ്യതകൾ കണ്ടെത്തുക, ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു മിഷനിലേക്ക് എനിക്ക് കൂടുതൽ ആൾക്കാരെ ഈ ഒരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇതിനു വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കുക, ആ ഒരു മിഷനിലേക്ക് ഓരോരുത്തരെ സഹായിച്ച് അവരുടെ ലൈഫിൽ വ്യത്യാസം വരുത്താൻ ഹെൽപ്പ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ പ്രയോറിറ്റി മിഷൻ, രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി, മൂന്നാമത്തെ സ്ഥാനമാണ് ഞാൻ എന്നുള്ള വ്യക്തിക്ക് കൊടുക്കുക. അതിനുശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരിക. അപ്പോൾ ഇങ്ങനൊരു കാര്യം എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മിഷനെ സഹായിക്കുന്ന പ്രവൃത്തിയും കോഴ്സും എല്ലാ കാര്യങ്ങളുമായിരിക്കും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എടുക്കുക. എന്നാൽ കമ്മ്യൂണിറ്റിക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ പൊസിഷനിൽ വരിക. അപ്പോൾ ആ രീതിയിൽ പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം വ്യക്തതയുണ്ട്, ഒത്തിരി നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്. ശരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് ആ മിഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചാൽ പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ സ്മൂത്തായിരിക്കും. കാരണം നമ്മുടെ ഡിസിഷൻസും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു മിഷൻ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ സ്ഥാനം കൊടുത്ത്, നിങ്ങളുടെ സ്ഥാനം പോലും എവിടെ ആയിരിക്കണം എന്ന് പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു ദൗത്യവുമായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങുവാനായിട്ടും ഒത്തിരി ആൾക്കാരെ സഹായിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് തീർച്ചയായിട്ടും വാട്സാപ്പിൽ എന്നെ അറിയിക്കാനായിട്ട് വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ അംഗമാകാത്ത മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, മലയാളത്തിലുള്ള കേരളത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാം. മറ്റു ബിസിനസ് ഓണേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഒരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിലേക്ക് എത്തുവാനായിട്ട് കഴിയും. മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസാൾ.